ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല പ്രെഡേറ്റർ എന്ന ക്രീച്ചറിന് ഇത്രയും മാസമായിട്ട് ഇത്ര കിടിലായിട്ട് കാണാൻ പറ്റുമെന്ന്. ചെറുപ്പം മുതലേ ഈ ഒരു ക്രീച്ചറിനെ അല്ലെങ്കിൽ പ്രെഡേറ്റർ എന്ന സംഭവത്തെ കാണിക്കുന്നത് തന്നെ വളരെ വില്ലന്മാര് വളരെ ക്രൂരന്മാരായിട്ടാണ് ഏലിയൻ എന്ന സിനിമ മുതലേ കാണിച്ചു തുടങ്ങിയത്. പക്ഷെ ഈ സിനിമയിൽ പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന സിനിമയിൽ ഈ ഒരു പ്രെഡേറ്റർ ആണ് ഇതിലെ നടൻ. അത് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഡെക് ഫ്രം ഗ്യോച്ച ആൻഡ് പ്രെഡേറ്റേഴ്സിന്റെ ആ ഒരു കൾച്ചറിലും കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഏതായാലും പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന സിനിമ എന്റർടൈനിങ് ആണ്, എൻഗേജിങ് ആണ്. ഒരു നിമിഷം പോലും ബോറടിക്കില്ല. 1 മണിക്കൂർ 47 മിനിറ്റ് മാത്രമുള്ള റൺ ടൈം. ഈ ഒരു സിനിമയുടെ തൊട്ട് മുന്നേ പ്രെഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന സിനിമ ഇറങ്ങിയിരുന്നു. അത് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായത് ആനിമേഷൻ പടമാണ്. അത് കണ്ടു നോക്കുക, അന്യായ സിനിമയാണ്, അന്യായ സിനിമ. എനിക്കത് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് ഞാൻ കണ്ട ഒരു പടമായിരുന്നു. ശരിക്കും സർപ്രൈസ് ആയി പോയി. അത് ഇപ്പോഴും ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കും. ഭയങ്കര യൂണീക്കായ രീതിയിലാണ് അതിന്റെ കഥ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര വെറൈറ്റി ആയ ഒരു പടമായിരുന്നു. ഏതായാലും ആ ഒരു ലെവലിൽ ഈ സിനിമ എത്തിയില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റർടൈനിങ് ആണ്, എൻഗേജിങ് ആണ്, നല്ല രസമായിട്ട് തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. ഡാൻ ട്രാസ്റ്റൻബർഗ് എന്ന ഡയറക്ടർ എന്ന് മുതൽ ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ ഭാഗമായി അന്ന് മുതൽ ഈ ഫ്രാഞ്ചൈസിന് നല്ല കാലം. അതുവരെ കുറച്ച് ഫ്ലോപ്പുകളൊക്കെ, കുറച്ച് ഔട്ട് ഓഫ് ഐഡിയാസ് ആയ കുറച്ച് കാലഘട്ടം ഉണ്ടായി. പക്ഷെ ഇങ്ങരുടെ വരവോടെ പ്രെഡേറ്റർ ഫ്രാഞ്ചൈസ് ശരിക്കും രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ഈ സിനിമയിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു പ്രെഡിക്റ്റബിൾ ഫാക്ടർ ഉണ്ട്. ഇതിന്റെ റൈറ്റിംഗ് കുറച്ച് പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ കുറച്ച് സീക്വൻസസ് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ എവിടേക്കൊക്കെയോ കണ്ടു മറന്നൊരു പടം പോലെ നമുക്ക് ഇത് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ എന്നാ പോലും നമ്മൾ ഡെക്ക് എന്ന പ്രെഡിറ്ററിന്റെ ഈ ഒരു ജേർണിയുടെ നമ്മൾ ഭാഗമാവും. അത്രയും ഇമോഷണലി കണക്ട് ആവുന്ന ഒരു ജേർണി, ഒരു അഡ്വഞ്ചർ തന്നെയാണ് ഈ ഒരു സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡെക്കിന്റെ ഒപ്പം വേറെയും 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 2 ക്യാരക്ടേഴ്സും, അതിലൊരു ഫീമെയിൽ ക്യാരക്ടറും ഒരു മങ്കി പോലത്തെ ഒരു ക്യാരക്ടറും ഉണ്ട്. ഈ 2 ക്യാരക്ടേഴ്സും ഈ ഒരു ജേർണിനെ വളരെ എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായി. വേൾഡ് ബിൽഡിംഗ്, VFX, ആക്ഷൻ സീക്വൻസസ് എല്ലാം ടോപ്പ് നോച്ച് ഫാന്റാസ്റ്റിക് വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ പ്രേ എന്ന സിനിമയെ പോലെ തന്നെ ഫോറസ്റ്റ്, നേച്ചറിലൊക്കെയാണ് ഈ ഒരു സിനിമയും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കുറച്ച് പരിപാടിയൊക്കെ ക്ലൈമാക്സിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. പിന്നെ എനിക്ക് വർക്കാവാത്ത കുറച്ച് സംഭവങ്ങളാണ്. ഇതിന്റെ ക്ലൈമാക്സിൽ കുറച്ച് ലോജിക്കൽ ഇഷ്യൂസ് ഫീൽ ചെയ്തായിരുന്നു. അതേപോലെ ഈ ഒരു സിനിമ കാണുവാണെങ്കിൽ നല്ല സൗണ്ട് ഉള്ള, നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് തരുന്ന തിയേറ്ററിൽ തന്നെ കാണുക. ഞാൻ കണ്ടത് ബാംഗ്ലൂരിലെ സെൻട്രൽ മന്ത്രി ജംഗ്ഷൻ ഐനോക്സ് തിയേറ്ററിലാണ്. നല്ല ഊള തിയേറ്റർ, നല്ല ഊള സൗണ്ട് എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തില് ആ ഒരു, ഞാൻ വീണ്ടും ഈ നല്ല തിയേറ്ററിൽ കാണാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ സൗണ്ടിങ്ങും അതിന്റെ വിഷ്വലും വളരെ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് തരണേന്ന്. അതുകൊണ്ട് തന്നെയാണ് എന്റെ പോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരരുത്. പിന്നെ ഈ തിയേറ്ററിൽ ആയാലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. അത്രയും മോശമായ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു തിയേറ്റർ നിങ്ങൾക്ക് തരാം. അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ ഈ സിനിമ നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണുന്നുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഗ്യാരണ്ടീഡ് ആണ്. അതേപോലെ തന്നെയാണ് ഇതിന്റെ വേൾഡ് ബിൽഡിംഗ്, ആ ഒരു എക്സ്പീരിയൻസ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുവരെ പ്രെഡേറ്റർ ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. വർത്ത് യുവർ ടൈം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. സോ ഈ സിനിമയാണെങ്കിലും പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇറ്റ്സ് എ വെരി എന്റർടൈനിങ് ആൻഡ് ഗുഡ് വാച്ച് ഫോർ ദ വീക്കെൻഡ്.